ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ആർഷോ, ഇതിപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന പാളിച്ച, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പാളിച്ച നമുക്കറിയാം. അവിടെ മാർക്ക് ഉൾപ്പെടെ നൽകിയതിൽ നിരവധി ആളുകൾ ഒന്നാം റാങ്കിലേക്ക് എത്തിയതിൽ ഒരേ മാർക്ക് പലർക്കും ലഭിച്ചതിലൊക്കെ ഉയർന്നു വന്ന സംശയം അത് പിന്നീട് കോടതിയിലേക്ക് എത്തിയിരുന്നു. കോടതിയിലെത്തുമ്പോൾ തന്നെ ചില വിദ്യാർത്ഥികൾ പരീക്ഷ വീണ്ടും എഴുതേണ്ടതായി വരുന്നു. പക്ഷേ ഇതിപ്പോൾ പരീക്ഷ ഒന്നാകെ റദ്ദാക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ സെക്യൂരിറ്റി വിഭാഗം തന്നെയാണ് ഈ ക്രമക്കേട് നടന്നതായുള്ള സൂചന നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെ പിടിപ്പുകേടാണ് ആർഷോ? നിലവിൽ ലക്ഷക്കണക്കിന് വരുന്ന രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന നിലപാടുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ മത്സര പരീക്ഷകള്, എൻട്രൻസ് പരീക്ഷകള്, ഇതൊക്കെ തന്നെ ഏറ്റവും കുത്തഴിഞ്ഞ നിലയിലും അല്ലെങ്കിൽ തട്ടിപ്പുകാർക്ക് വിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന നിലയിലേക്കുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ നെറ്റ് എക്സാം മാത്രമല്ലല്ലോ, ഈ ദിവസങ്ങളിലാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ശ്രദ്ധയിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 25 ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്, 24 ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. സമാനമായ നിലയിൽ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ച, ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഉൾപ്പെടെ ഈ മത്സര പരീക്ഷകൾ കേന്ദ്രീകരിച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു നിലയിലും ഇത്തരം ക്രമക്കേടുകളെ തിരുത്തുന്നതിന് വേണ്ടിയോ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുന്ന സ്ഥിതിയില്ല. ഇത്തരം ഇടങ്ങളിൽ നിന്ന് ലാഭം കൈപ്പറ്റുന്ന വിഹിതം കേന്ദ്ര സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ എത്തിക്കുന്നുണ്ടോ എന്നുള്ള ബലമായ സംശയം രാജ്യത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയ്ക്കുള്ള ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണവും കൃത്യമായ നടപടിയും, കൃത്യമായിട്ട് ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഭാവി വലിയ ആശങ്കയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ SFIയുടെ ആവശ്യം. ഇന്ന് മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങൾക്കകത്തും അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് കേരളത്തിൽ SFI നേതൃത്വം കൊടുക്കും. രാജ്യവ്യാപകമായി ഇതിലിപ്പോൾ ഈ ആർഷോ, ഇതിലിപ്പോൾ CBI അന്വേഷണം ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അന്വേഷണം മതി എന്നുള്ളതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏജൻസികളാണോ അന്വേഷിക്കേണ്ടത്? അല്ല, ഇതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ, ഇത് തുടർച്ചയായി ഈ നിലയിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടും എൻട്രൻസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ടും തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും രാജ്യത്ത് CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായും വിയോജിപ്പും വിരുദ്ധ അഭിപ്രായമാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പോളിസികൾക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടോ അന്വേഷണവും മേൽപ്പറഞ്ഞ ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർക്കില്ല. അതുകൊണ്ട് നിലവിൽ ഇപ്പോ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ, അറസ്റ്റുകൾ നടക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. കോടതി ഇടപെടലിന്റെ ഭാഗമായിട്ട്, കോടതി ഇൻട്രീം ഓർഡറിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ 1500 വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷ സാധ്യമായിട്ടുള്ളത്. മറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടൊന്നും കേന്ദ്ര ഗവൺമെന്റ് ഉരിയാടുന്നതിന് വേണ്ടിയിട്ട് അവർ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അപ്പൊ നിലവിൽ ജുഡീഷ്യറിയിലല്ലാതെ പ്രത്യാശിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് മറ്റ് സംവിധാനങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം തന്നെ മേൽപ്പറഞ്ഞ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. റൈറ്റ്, വളരെ നന്ദി ശ്രീ ആർഷോ പ്രതികരിച്ചതിനെ.